മലപ്പുറത്തെക്കുറിച്ചുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗത്തിൽ വിവാദവും ഉയർന്നു കഴിഞ്ഞു. മലപ്പുറം പ്രത്യേക രാജ്യമെന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത്. സമുദായ അംഗങ്ങൾ സ്വതന്ത്രമായി വായു പോലും ശ്വസിക്കാൻ കഴിയാതെ ഭയന്നാണ് അവിടെ കഴിയുന്നത്. ഇതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം. മലപ്പുറം പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? പ്രസംഗത്തിലെ പ്രസക്ത ഭാഗത്തിലേക്കാണ് ആദ്യം. നിങ്ങൾ പരിമിതികളും പ്രയാസങ്ങളും എനിക്കറിയാം. നിങ്ങൾ പ്രത്യേക രാജ്യത്തിന്റെ ഇടയിൽ മറ്റു ആളുകളുടെ എല്ലാ നോട്ടും നോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ ഭയന്ന് ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞുപോലും ജീവിക്കാൻ സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. നമ്മുടെ നാടിനെ പറ്റി ശ്രീനാരായണ ഗുരു നവോത്ഥാന നേതാവാണ്. അദ്ദേഹം പറഞ്ഞ വളരെ മഹത്തായ ഒരു വാക്കാണിത്. അദ്ദേഹത്തിന്റെ പേരില് ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ പേരില് അദ്ദേഹം ഉണ്ടാക്കിയതല്ല, എന്നാൽ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു SNDP എന്ന് പറഞ്ഞ ഇത് സംഘടന എന്ന് പറയാം. അത് രൂപം കൊണ്ടതും അത് നിലനിന്നു പോന്നതും. ആ SNDPയുടെ സെക്രട്ടറിയാണ് കഴിഞ്ഞ 28 വർഷമായിട്ട് ഈ SNDPയുടെ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന വളരെ മഹത്തായ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വന്ന വളരെ നല്ല ഒരു വേർഡുകളാണ് ഇപ്പൊ കണ്ടത്. എന്താ പറയേണ്ടത്? അതായത് മലപ്പുറം മറ്റൊരു രാജ്യമാണ്, പുള്ളിക്ക് അങ്ങോട്ട് വരാൻ ഇതില്ല. കേരളത്തിലെ പോലല്ല, പുള്ളി അങ്ങോട്ട് പോവാറില്ല. അത് വളരെ മോശമായൊരു സ്ഥലമാണ്, അവിടെ പോവാൻ പേടിയാണ്, ശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ ഈഴവന് അവിടെ മിണ്ടാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ. ആദ്യം ഈ നാട്ടിലെ ഈഴവരോട്, ഞാനും ഒരു ഈഴവനാണ്, ഞാൻ ഇതുവരെ അങ്ങനെ പരസ്യമായിട്ട് ജാതി പറയാത്തൊരു ആളാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ വെച്ച് ഈ ജാതി പറയുകയാണ്. ഞാൻ ആ ഒരു ഈഴവൻ എന്ന് പറയുന്ന കാസ്റ്റിൽ ജനിച്ച ഒരാളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഈഴവരോടാണ് എന്നോട് സഹിതം എനിക്ക് പുച്ഛത്തുന്നു. ഇവനെയൊക്കെ എടുത്ത് തലേ വെച്ചുകൊണ്ട് നടക്കേണ്ടി വരുന്നല്ലോ. ഒരു രാഷ്ട്രീയ പ്രസംഗമോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷെ ഇത് കേട്ടിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതായത് ആ സംഘടനയുടെ, അല്ലെങ്കിൽ SNDP എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും ലോകം അംഗീകരിച്ചിട്ടുള്ള കമന്റുകളിലൊന്ന്, അല്ലെങ്കിൽ പുള്ളി മുമ്പോട്ട് വെച്ച തത്വങ്ങളാണ് ഈ പറഞ്ഞ മാന്യ ഇദ്ദേഹം 28 വർഷമായിട്ട് തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യ മൂല്യവും കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്വന്തം പണക്കൊഴുപ്പിലും കാര്യത്തിലും ഒക്കെ കയറിയിരുന്ന്, ആ കസേരയിൽ കയറിയിരുന്ന് പൈസയും സ്വാധീനവും ഉപയോഗിച്ചിട്ട് എല്ലാരെയും വിലക്ക് വാങ്ങി ഇത്രയും നാളും ആ സംഘടനയെ ഓടിച്ചു എന്നല്ല, പുള്ളിയുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്. അദ്ദേഹം നല്ലൊരു ബിസിനസ്മാനാണ്, അത് തന്നെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബിസിനസ് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ സംസ്ഥാന സർക്കാരിനെയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും, മോനെയും കൊണ്ട് കേന്ദ്ര സർക്കാരിനെയും പുള്ളി സംസ്ഥാന സർക്കാരിനെയൊക്കെ ഇങ്ങനെ തഴുകി എടുത്തിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറയുന്ന ചില കമന്റുകളാണിത്. ഇത് ഇയാളുടെ സ്ഥിരം ഇയാൾ തന്നെ പറയുന്നത്. പക്ഷെ കേരളത്തിനകത്ത് ഒരു 70% ഈ പറയുന്ന SNDPക്കാര് തന്നെയാണ്. അവര് ഇങ്ങനെ ചുമന്നുകൊണ്ട് കിടക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെക്കെതിരെ ആരും ഒന്നും പറയത്തുമില്ല, പറയാൻ പേടിയാ. പുള്ളി പറഞ്ഞിട്ട് കേൾക്കുന്ന ഒരു ഈഴവനുണ്ടെന്നോ ഒരു സംഘടന ഉണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല. കാര്യം പുള്ളിയുടെ ഇത് വെച്ചിട്ടാണ് BDJS എന്ന് പറഞ്ഞ സംഘടന തുടങ്ങിയത്. അതിന് വലിയ പ്രസക്തി ഇല്ലാതായി പോയത്. ഓക്കെ, അപ്പൊ അങ്ങനെ പുള്ളിയെ കേട്ടിട്ട് ആരും നിൽക്കുന്നില്ല. പിന്നെ പുള്ളിയെ കൊണ്ട് ബെനിഫിറ്റ് ഉള്ള ആരും ഒക്കെ കേൾക്കുമായിരിക്കും. അല്ലാതെ ഈ പറയുന്ന ഈ ഒരു ഇതിനകത്തുള്ള, അല്ലെങ്കിൽ ഈ ഒരു കാസ്റ്റിനകത്തുള്ള ആരും പുള്ളി അംഗീകരിക്കുന്നില്ല. എന്നിട്ടും പുള്ളി എങ്ങനെയാണ് ഈ നിൽക്കുന്നതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത് പോട്ടെ, അതെന്തേലും ആയിക്കോട്ടെ. പക്ഷെ ഇത് പറഞ്ഞേക്കുന്ന മലപ്പുറത്തെ എന്തിനാണ് ഇങ്ങനെ മാറ്റി കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. മലപ്പുറം മറ്റൊരു രാജ്യമായിട്ടോ ഒക്കെ പലരും ഇങ്ങനെ പറയാറുണ്ട്. മീൻസ് പുള്ളിയുടെ ഇതേ പാറ്റേണിൽ ചിന്തിക്കുന്ന ആൾക്കാരും മലപ്പുറത്തെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്.
പക്ഷെ ഞാൻ മലപ്പുറത്ത് പോയുള്ള ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് അങ്ങനെ ഒരു പ്രശ്നമുള്ളവർ എനിക്ക് തോന്നുന്നില്ല. വളരെ സ്നേഹത്തോടാണ് അവിടെ ആൾക്കാർ ജീവിക്കുന്ന എടുക്കുന്നതൊക്കെ. മലപ്പുറത്തുകാർക്ക് കുറച്ചുകൂടെ സ്നേഹം കൂടുതലാന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഈ നോയമ്പിന്റെ സമയത്ത്, കഴിഞ്ഞിടയ്ക്ക് ഈ നോയമ്പിന്റെ സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു. അപ്പം അവിടെ ശരിയാണ് 60-70% ആൾക്കാർ മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടുത്തെ ഹോട്ടലുകളോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ തുറന്നിട്ടില്ല. ഭൂരിഭാഗമുള്ള ആൾക്കാരും, അതായത് ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അതിനോട് പൊരുത്തപ്പെട്ട് മനസ്സോടുകൂടി പൊരുത്തപ്പെട്ടാണ് അവർ ജീവിക്കുന്നത്. ഓക്കെ, അവരും നോയമ്പെടുക്കുന്ന ആൾക്കാരുണ്ട്. അത്രയ്ക്ക് സൗഹൃദപരമായിട്ടും കാര്യത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് അവർ ജീവിക്കുന്നത്. തിരിച്ച് ഹിന്ദുക്കളുടെ ആണെങ്കിലും ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും ആചാരത്തിലും അവരും ആ രീതിയിൽ തന്നെയാണ് സഹകരിക്കുന്നത്. പിന്നെ അവിടെ ഇവിടെ ചെറിയ ചില ഇതൊക്കെ കാണും, അത് സ്വാഭാവികമായിട്ടും കാണല്ലോ. ഇതുപോലത്തെ ഇത്തുക്കണികൾ എല്ലായിടത്തും കാണും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതല്ലാതെ ആ നാട്ടുകാർക്ക് കുറച്ച് സ്നേഹം കൂടുതലാന്നേ തോന്നിയിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ താഴോട്ട് വന്നാലും, അതായത് ഇപ്പം തിരുവിതാംകൂർ താഴെ തെക്കൻ കേരളത്തിലോട്ട് വന്നാലും ഹിന്ദുക്കളാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പം പത്തനംതിട്ടയാണെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ ആലപ്പുഴയൊക്കെ ആണെങ്കിൽ ഹിന്ദുക്കളാണ് കൂടുതലുള്ളത്. ഈ പുള്ളിയുടെ നാട് ആലപ്പുഴ വരുന്നത്. ആ ആലപ്പുഴ സ്ഥലത്ത് നോക്കിയാലും ഈ പറയുന്ന പോലെ 60-70% ഹിന്ദുക്കളാണ്. അവിടെ അമ്പലങ്ങൾ ഇഷ്ടം പോലുണ്ട്. എന്ന് വെച്ചാൽ ഓരോ വീട്ടിലും ഒരു അമ്പലം എന്ന രീതിയിലൊക്കെ ഉണ്ട് ആലപ്പുഴയിൽ. എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഹിന്ദു രാജ്യമാണെന്ന് ആരും പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം പറയുന്നില്ല. പിന്നെ എന്തിനാ ഇതിനെ പറ്റി ഇങ്ങനെ പറയുന്നത്? അപ്പൊ ഇത് രാഷ്ട്രീയ ഒരു അജണ്ടയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് ആ ഒരു വ്യക്തിയോട്, അതായത് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ വ്യക്തിയുടെ മുഖത്ത് നോക്കി തുപ്പുന്ന രീതിയിലുള്ള ഒരു ആക്ഷേപമാണ്, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ വരെ കാണേണ്ടി വരും. അദ്ദേഹം ദൈവമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അദ്ദേഹം ദൈവത്തെ പോലെ ആരാധിക്കുന്ന, വളരെ ഇതിനകത്തോട്ട് ഈ ഒരു സംഘടനയോടും അല്ലെങ്കിൽ ഈ ഒരു ഗുരുമന്ദിരം എന്ന് പറയുന്നതിനോടൊക്കെ അത്രയും ദൈവികമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവര് പോലും ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഈഴവ സമുദായത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി പ്രസംഗത്തിൽ പരാമർശിച്ചു. വോട്ടുകുത്തി യന്ത്രങ്ങളായി മാത്രം ഈഴവ സമുദായത്തിലുള്ളവർ മാറുന്ന സ്ഥിതിയാണ് മലപ്പുറത്തുള്ളതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സ്വാതന്ത്ര്യം കിട്ടി ഇത്രനാളായിട്ടും അതിന്റെ ഗുണഫലത്തിന്റെ ഒരു അംശം പോലും മലപ്പുറത്തെ പിന്നോക്ക വിഭാഗക്കാർക്ക് ലഭിച്ചിട്ടില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയും. വോട്ടുകുത്തികളാണ്. ഇപ്പൊ ഇവരിത്രയും പേര്, എന്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 70 മീൻസ് കേരളത്തിന്റെ ഒരു 70% ആൾക്കാർ ഇവര് തന്നെയാണ്. ഇവരിലൊരു ഭൂരിപക്ഷ ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത്. അവരങ്ങോട്ട് തന്നെയാണ് വോട്ട് കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതിൽ ഫ്ലക്ച്വേഷനും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അവരെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ് വെറും വോട്ട് കുത്തികളാണെന്നും പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ജാതിയെ തന്നെ പുള്ളി തന്നെ ആക്ഷേപിക്കുക വോട്ട് കുത്തികളാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാത്രമേ ഇവിടെ ഇത്രയും നാൾ ഭരിക്കത്തുള്ളായിരുന്നു. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി ഭരിച്ചില്ലേ? അത് വോട്ട് കുത്തികളായോണ്ടാന്ന് അല്ല, അവർക്ക് ബുദ്ധിയും കാര്യങ്ങളും ഉണ്ട്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വോട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. അവരൊരു ഡിസൈഡർ ഫാക്ടർ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആർക്കും ഇവരെ അങ്ങ് തീർത്തൊന്നും പറയാൻ പറ്റാത്തത്. പിന്നെ നമുക്ക് വോട്ടൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഇത്ര നന്നായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് കിട്ടിയിട്ടല്ല. മലപ്പുറത്തുകാർക്ക് എനിക്ക് തോന്നുന്നു പ്രത്യേക ഭരണഘടനയും കാര്യങ്ങളൊക്കെയാണെന്ന്. അതായത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കിട്ടുന്നതിന്റെ അത്ര അവര് കുറച്ച് മാർക്ക് വാങ്ങിച്ചാൽ മതി. പരീക്ഷയ്ക്കാണെങ്കിലും എന്തിനാണെങ്കിലും അവർക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻ കൊടുത്താൽ മതി. ബാക്കി എല്ലാം അവർക്ക് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ട്. എന്നിട്ടാണ് ഈ മാന്യ അദ്ദേഹം ഈ രീതിയിൽ സംസാരിക്കുന്നത്. പുള്ളിക്ക് അവിടെ പുള്ളിയുടെ പേരിൽ അല്ലെങ്കിൽ SNDPയുടെ പേര് കോളേജും ഒന്നുമില്ല. SNDPയുടെ പേര് കുറെ കോളേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒരു SNDPക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ 10 രൂപ കൂടുതലാണ് ഡൊണേഷൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയിട്ടൊന്നും പറയത്തില്ല. ഒരു ആനുകൂല്യങ്ങൾ അല്ല, അവർക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. അവരിൽ നിന്ന് കുറച്ചുകൂടെ പിഴിയാനാണ് ഈ മാന്യ അദ്ദേഹം ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. വോട്ട് കുത്തി എന്താണ് മറ്റുള്ളവരെ സംഘടിച്ച് വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് അവർ അധികാരങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ
ഇവരെ വോട്ട് ബാങ്കാണ്, ഇവര് നോക്കുകുത്തികളാണ്. സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ ഇവർക്ക് മാത്രം സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, മലപ്പുറത്തെ ഈഴവന്മാർക്ക്. അങ്ങനെ അന്ന് ഇത്രയും പേരുടെ ഇടയിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്ന് പറയേണ്ടി വരും. എന്തുവാ ഈ നൂറ്റാണ്ടിൽ ഈ ജാതിയും കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നവോത്ഥാനം അല്ല ഈ ഇവനൊക്കെ എന്ത് ഉദ്ദേശിക്കുന്നേ? ഇനിയിപ്പം മുസ്ലിങ്ങൾക്കെല്ലാം വേറൊരു രാജ്യവും കൊടുക്കണം, ക്രിസ്ത്യാനികൾക്ക് വേറൊരു രാജ്യവും കൊടുക്കണം, എന്നിട്ട് ഹിന്ദുക്കൾക്ക് വേറൊരു, നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രമായിട്ട് ഓക്കെ അങ്ങനെ തന്നെ വരട്ടെ. അങ്ങനെ വന്നു കഴിയുമ്പം പിന്നെ തുടങ്ങും ബ്രാഹ്മണനാണ് വലുത്, നായരാണ് വലുത്, ഈഴവനാണ് വലുത്, കുറവനും പറയനുമാണ് വലുത് എന്നും പറഞ്ഞുകൊണ്ട് അവരവരുടെ രീതിയിലിട്ട് പോകും. എന്നിട്ട് വീണ്ടും തല്ലുണ്ടാവും. ഇതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് നടക്കുന്നത്. അതിലോട്ടാണ് ഇവൻ വിരൽ ചൂണ്ടുന്നത്. ഇവൻ ഇരിക്കുന്ന കസേര ആറ് പുള്ളിയുടെ തലയ്ക്ക് മേളിൽ ഇരിക്കുന്ന ആരാണ് പുള്ളി പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇപ്പൊ മദ്യത്തിന്റെ കാര്യം അതൊന്നും ഞാൻ പറയുന്നില്ല. കള്ളു കച്ചവടം തൊട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. മൈക്രോ ഫിനാൻസ് എന്നും പറഞ്ഞുകൊണ്ട് പറ്റിച്ച് കോടികൾ എടുത്തിട്ടുണ്ട്. പിന്നെ കൊന്നതും തിന്നതുമായിട്ടുള്ള കഥകളൊന്നും പറയുന്നില്ല, അതൊക്കെ എന്തേലും ആയിക്കോട്ടെ. പക്ഷെ ഇത് എന്റെ എല്ലാം മണ്ടയ്ക്ക് കയറിയിരുന്ന് പുള്ളി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കാനോ അല്ലെ ഇതിനെതിരെ എന്തേലും ഒന്ന് പറയാനോ ഇത് ഈ സംഘടനക്കകത്തുള്ളവരൊന്നും പറയണമല്ലോ. അവരാരും പറയുന്നതായിട്ട് കാണുന്നില്ല. അല്ലാതെ ഉള്ളവരൊക്കെ എന്തേലുമൊക്കെ ചെറുതായിട്ട് പറഞ്ഞു പോന്നു. അപ്പൊ ഈ സംഘടനയിലുള്ളവര് ദയവ് ചെയ്ത് ഒന്നെങ്കിൽ ഇങ്ങനെ പുറത്താക്കണം. 100 വയസ്സോളം ആവാറായി. പുള്ളി ഇരുന്നിരുന്ന് തഴമ്പിച്ച് ഇനി മോനെ അടുത്ത് പിടിച്ചിരുത്തും. ഏറ്റവും വലിയ മറ്റേ ഇപ്പം കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും കോൺഗ്രസിന്റെ ആണെങ്കിലും BJPയുടെ ആണെങ്കിലും ഒക്കെ മക്കൾ തായോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീമുകളൊക്കെയാണ്. പക്ഷെ ഏറ്റവും വലിയ മറ്റേ നെപ്പോ കിഡെന്ന് പറയുന്നത് പുള്ളിയുടെ മോൻ തന്നെയാണ്. ഇങ്ങനെ ഇനി അങ്ങനെ കൊണ്ടുവന്നിട്ട് പുള്ളിക്ക് ഒരു പാർട്ടിയായി വിലപേശലായി. BJP അത് കാണിച്ച് വിലപേശി ഒരു പാർട്ടി ഉണ്ടാക്കി. അവർക്കറിയത്തില്ല ഇവിടെ ഇപ്പൊ എന്തുവാ നടക്കുന്നതെന്ന്. ഇങ്ങനൊക്കൊന്നും ഒരു വിലയും മനുഷ്യർക്കിടയിലും ഒന്നുമില്ല. മനുഷ്യർക്ക് ഒരു 100 രൂപയുടെ ഒരു മരുന്ന് പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഒരു മനസ്സില്ലാത്ത അത്രയ്ക്ക് മനസ്സിലില്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ. നമുക്ക് എന്തെങ്കിലും സംഘടിക്കാൻ സാധിക്കാതെ പോയി. നമുക്കും സംഘടിച്ച് വോട്ട് ബാങ്കായി നിന്നിരുന്നുവെങ്കിൽ നമുക്കും ഇതെല്ലാം നേടാൻ സാധിച്ചേനെ. വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ വിവാദം കനക്കുമ്പോൾ ശക്തമായ പ്രതിഷേധമാണ് മുസ്ലിം ലീഗിൽ നിന്ന് ഉയരുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ മുസ്ലിം ലീഗിന് എന്തായാലും പ്രതിഷേധിക്കാം. ഇനി ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ല. അപ്പം ഇവർക്ക് പ്രതിഷേധിക്കാം. കാര്യം അവരെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതുകൊണ്ടും അവർക്ക് അതിനകത്ത് പ്രതിഷേധിക്കാം. ബാക്കിയുള്ള ഒരു പാർട്ടിക്കാർക്കും കൂടുതൽ പറയാൻ പേടിയായിരിക്കും. കാര്യം ഇനി ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുമല്ലേ. പുള്ളി പറയുന്നത് കേട്ടിട്ട് കുറച്ചു പേരെങ്കിലും മാറിയാലോ. പുള്ളിക്ക് ഇപ്പൊ കുറെ കേസുകളുണ്ട്. ആ കേസുകൾ സെറ്റിൽ ചെയ്യാനായിട്ട് ഭരിക്കുന്ന പാർട്ടി, പുള്ളിക്ക് പ്രത്യേകമായിട്ടൊരു പാർട്ടി ഒന്നുമില്ല. നാളെ ഇപ്പൊ ഈ നാട്ടിൽ കോൺഗ്രസ് വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇനി അവരെ താങ്ങി നിൽക്കും. കേന്ദ്രത്തിൽ ഇനി പാർട്ടി മാറി മറ്റൊരു പാർട്ടി വരുവാണെങ്കിൽ അവരെ താങ്ങി നിൽക്കും. ഇപ്പൊ ഇവരെ താങ്ങിയാലേ പുള്ളിക്കും മോനും രക്ഷയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിദ്വേഷമുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുക. ഇവനെതിരെ ഒരു കേസും ആരും എടുക്കാൻ പോകുന്നില്ല. അത് കൺഫേം ആണ്. ആരും ഒരു കേസും എടുക്കാൻ പോകുന്നില്ല. പക്ഷെ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് ആർജവം ഉണ്ടാവണം. നമുക്ക് ഇതിനെ ഒന്നും പ്രതിരോധിക്കാതെ നാളെ നമുക്ക് ഇന്ത്യ ഇങ്ങനായി ഇന്ത്യ പുറമോട്ട് പോയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്നെങ്കിലും ഇതുപോലുള്ള ശബ്ദങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ഈ ഒരു സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ സംഘടന ഈ ഒരു കാര്യത്തിലെങ്കിലും ഒത്തൊരുമിച്ച് നിൽക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും മലപ്പുറംകാര് ബെസ്റ്റ് തന്നെയാണ്. അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. നല്ല സ്നേഹവും നല്ല കാര്യങ്ങളും ഉള്ള നല്ല വ്യക്തികളാണ് അവിടെ ഉള്ളത്. മലപ്പുറത്തുകാർ മാത്രമല്ല, കേരളത്തിലുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണ്. ഇതുപോലുള്ള കൃമികീടങ്ങളൊക്കെ ഒന്ന് ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് നല്ല സുന്ദരമായിട്ട് തന്നെ പോകും. ഇതൊന്നും എല്ലാവരോടും ഇത് കേട്ടപ്പോ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ശരി.